തന്റെ ശബ്ദത്തിനു പകരം സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് നൽകാൻ ഒരു ഘട്ടത്തിൽ നടി ഉർവശി തീരുമാനിച്ചിരുന്നുവെന്ന് പറയുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഡബ്ബിംഗ് മേഖലയിലെ തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഉർവശി, പത്മപ്രിയ എന്നീ നടിമാരെ കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം. തന്റെ ശബ്ദത്തിനു പകരം സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് നൽകാൻ ഒരു ഘട്ടത്തിൽ ഉർവശി തീരുമാനിച്ചിരുന്നു. ഇതിനെ ഭാഗ്യലക്ഷ്മി പ്രശംസിക്കുന്നു. ഉർവശി കാണിച്ചതാണ് ഏറ്റവും തന്റേടമുള്ള പ്രവൃത്തിയെന്നും ഉർവശിക്ക് താനായിരുന്നു ഏറ്റവും കൂടുതൽ ഡബ് ചെയ്തിരുന്നതെന്നും ഒരു സുപ്രഭാതത്തിൽ അവരുടെ ചില വാക്കുകൾ തനിക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് താൻ അതിൽ നിന്ന് മാറി നിന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. മറ്റു പലരും ഡബ് ചെയ്തപ്പോൾ അതിലും ഭേദം സ്വന്തമായി ഡബ് ചെയ്യുന്നതാണെന്ന് ഉർവശിക്ക് തോന്നി. അവർ സ്വന്തമായി ഡബ് ചെയ്തു. അത് അന്തസ്സുള്ള പ്രവൃത്തിയാണെന്ന് തനിക്ക് തോന്നിയെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അതേസമയം പത്മപ്രിയ ഒരിക്കൽ പറഞ്ഞത് അവർക്ക് പല സിനിമയിലും പലരും ശബ്ദം കൊടുത്തിട്ടുണ്ട്, ചിലരുടെ ഡബിംഗ് കേട്ടപ്പോൾ അയ്യേ എന്ന് തോന്നിയിട്ടുണ്ടെന്നാണ്. അതോടെ ഡബിംഗ് ആർട്ടിസ്റ്റുകൾ ഒറ്റക്കെട്ടായി സമരം ചെയ്തു. ഇനി അവർക്ക് ശബ്ദം കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതോടെ അവർ മാപ്പ് പറയുകയും പിന്നീട് അവർക്ക് ശബ്ദം കൊടുക്കുകയും ചെയ്തുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. പത്മപ്രിയ അങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് അന്ന് പല മാധ്യമങ്ങളും ചോദിച്ചുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അവർക്ക് ഭാഷ അറിയണം. മലയാളം ഉച്ചരിക്കാൻ പോലും അറിയാത്തയാൾ മലയാളത്തിൽ ഡബ് ചെയ്തത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ അവർക്ക് സ്വന്തമായി ശബ്ദം കൊടുക്കാൻ സാധിക്കണമെന്നും തനിക്ക് അവരുടെ ഒന്നും ശബ്ദം ഇഷ്ടമല്ലാത്തതുകൊണ്ട് താൻ സ്വന്തമായി ശബ്ദം കൊടുത്തു എന്ന് പറയുമ്പോഴാണ് അത് കുറെ കൂടി ബഹുമാന്യമാകുന്നതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. മാത്രമല്ല, അഭിമുഖത്തിൽ WCC സംഘടനയെ വിമർശിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. WCCയിലും ഹയറാർക്കി ഉണ്ടെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവരോട് പരാതി പറയാൻ സാധിക്കില്ല എന്നും അവർ വലിയ ആളുകളാണെന്ന തോന്നലാണെന്നും അറിയാത്ത നമ്പറുകളിൽ നിന്ന് കോൾ വന്നാൽ എടുക്കില്ല. WCCയിലെ അംഗങ്ങൾ ആരും തന്നോട് പൊതുവിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. പലപ്പോഴും തന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തതെന്നും ഭാഗ്യലക്ഷ്മി തുറന്നടിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം. അതേസമയം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി. 90കളിൽ മലയാള സിനിമയിൽ ഉണ്ടായ പല ശ്രദ്ധേയ നായിക കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയതും ഭാഗ്യലക്ഷ്മിയാണ്. ശോഭന, ഉർവശി, രേവതി തുടങ്ങിയ നടിമാരുടെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ പലതും ഡബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം കൊണ്ട് വൻ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളുമുണ്ട്. വെട്ടം സിനിമയിലെ വീണ, ചന്ദ്രലേഖയിലെ ലേഖ എന്നീ നായിക കഥാപാത്രങ്ങളുടെ ശബ്ദവും ഭാഗ്യലക്ഷ്മിയുടേതാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.